ഹായ് ഗേസ്, ഞാനിന്നൊരു ഫേസ് മാസ്കുമായിട്ട് വന്നിട്ടിരിക്കുന്നു കേട്ടോ കൂട്ടുകാരെ. അതിന് വേണ്ടി സാധനങ്ങളാണ് തൈരാണ് ഇതിൻ്റെ മെയിൻ ഘടകം കേട്ടോ. തൈര് നമുക്ക് അറിയാമല്ലോ, തക്കാളിയുടെ ഗുണങ്ങൾ ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ക്ലെൻസിങ് ആണ് ചെയ്യേണ്ടത്. ഇതിന് 3 ഘട്ടമുണ്ട് കേട്ടോ. ഇത് നമ്മൾ 3-4 ദിവസം അടുപ്പിച്ച് ചെയ്യാമല്ലോ. ഒരാഴ്ച നിങ്ങൾ അടുപ്പിച്ച് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് നോക്കും, നിങ്ങൾക്കതിന് മാറ്റം അറിയാം, റിസൾട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും, പറയണ്ട. അങ്ങനെ നിങ്ങൾ നോക്കണം. ഇത് നമ്മൾ വൈകുന്നേരമാണ് ചെയ്യേണ്ടത് കേട്ടോ. വെയിലൊക്കെ പോയി നമ്മൾ ജോലികളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വൈകുന്നേരം കുളിക്കുന്നതെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ചെയ്യാം കേട്ടോ. ക്ലെൻസിങ്ങിന് തൈര് എടുത്ത് മസാജ് ചെയ്യുക, തൈരിനകത്ത് ചെയ്യാം. അല്ലെങ്കിൽ ക്ലെൻസിങ് വേറെ നമ്മൾ പാലുണ്ടല്ലോ, പച്ചപ്പാലിനകത്ത് ഗ്ലിസറിൻ 2 തുള്ളി ഒഴിച്ച് 2 തുള്ളി ഹണിയും കൂടെ ചേർത്ത് മസാജ് ചെയ്യുക. അപ്പോൾ അത് നല്ലതായിട്ട് നമ്മൾ ക്ലീൻ ആകും നമ്മുടെ സ്കിൻ. അതില്ലാത്തവർ ഈ തൈര് ഇപ്പോൾ എടുക്കുമ്പോൾ തൈര് കൊണ്ട് ഒരു 3-4 തുള്ളി തൈര് മതി നമുക്ക് മസാജ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും ഒരു ക്ലെൻസിങ് ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനും 1 സ്പൂൺ തൈര് എടുക്കണം. തൈര് എടുത്തിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പഞ്ചസാര വലിയ തരി എടുക്കില്ല, ചെറിയ തരി പഞ്ചസാരക്കകത്തോ ഓട്സിനകത്തോ ചെയ്യാം. അതും അല്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടല്ലോ, ചെറിയ തരിയുള്ള അരിപ്പൊടി, ആ അരിപ്പൊടി ഇതിലേതെങ്കിലും ഒന്നും നമുക്കിതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് അത് ഇട്ട് നമുക്ക് സ്ക്രബ് ചെയ്യണം. നമ്മുടെ മുഖത്തെ ഡെഡ് സ്കിന്നെല്ലാം മാറി ഡള്ളായിട്ടുള്ളതെല്ലാം പോയി നല്ല ആകും. അപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ അങ്ങനെ സ്ക്രബ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് കഴുകണമെങ്കിൽ കഴുകാൻ, കഴുകില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിന് ശേഷം ഫ്രണ്ട്സ്, തക്കാളി ഇതുപോലെ പൾപ്പെടുക്കുക. ഇത് നമുക്ക് ഒരു തക്കാളി എടുക്കുകയാണെങ്കിൽ മിക്സിയുടെ കുഞ്ഞു ജാറിലിട്ട് അടിച്ചാൽ മതി. നമുക്കത് കുറച്ച് ദിവസം ഉപയോഗിക്കാം കേട്ടോ. 3-4 ദിവസത്തെ നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെ അടിച്ചെടുക്കുക. നല്ല ഇങ്ങനെ എടുക്കണേ. ഇത് 2 സ്പൂൺ തൈര്, 1 സ്പൂൺ തക്കാളിയുടെ നീര്, പിന്നെ അരിപ്പൊടി, നൈസായിട്ടുള്ള അരിപ്പൊടി കേട്ടോ. അത് തീർത്ത് നൈസായിട്ടുള്ള എടുക്കാവുള്ളൂ കേട്ടോ, നൈസായിട്ടുള്ള അരിപ്പൊടി. പിന്നെ ഞാൻ എന്ത് ഫേസ് പാക്ക് ഉണ്ടാക്കിയാലും അതിനകത്ത് ഞാൻ കാപ്പിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാപ്പിപ്പൊടി ഏറ്റവും നല്ലതാണ് നമ്മൾ കളർ വെക്കാൻ, അരിപ്പൊടിയും കളർ വെക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഞാൻ തുള്ളി മഞ്ഞൾപ്പൊടി ഇതിട്ട് മിക്സ് ചെയ്യുക. ഇളക്കിയിട്ട് തൈര് 2 സ്പൂൺ തൈര് എല്ലാം കൂടി ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുക കൂട്ടുകാരെ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 30 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ. 25-30 മിനിറ്റ്. നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ ആ സമയം നമ്മൾ ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക. ഇത് ആദ്യമേ ഒന്ന് ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യൂ. അപ്പം മൊത്തം 30 മിനിറ്റ് ഇതിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് കഴുകി കളയാം. നിങ്ങൾക്ക് 4 ദിവസം 5 ദിവസം അടുപ്പിച്ച് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഇത് വൈകിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. വെയിലൊക്കെ ഇല്ലാത്ത സമയമാണ് നമ്മൾ ഏത് ഫേസ് മാസ്ക് ഉപയോഗിച്ചാലും നമ്മൾ വൈകുന്നേര സമയത്തിലാണ് ചെയ്യേണ്ടത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം കൂട്ടുകാരെ. ഈ തൈരിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാമല്ലോ, എത്ര പറഞ്ഞാലും തീരാത്ത തൈരിനകത്ത് ഗുണങ്ങളുണ്ട്. തക്കാളിയുടെ ഗുണങ്ങൾ ഞാൻ ഒരിക്കൽ തക്കാളിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു, തക്കാളിയുടെ ഗുണങ്ങളെക്കുറിച്ച്. തൈര് നമ്മുടെ കളറ് വർദ്ധിപ്പിക്കും, അരിപ്പൊടിയും കളറ് വർദ്ധിപ്പിക്കും, നമ്മുടെ പാടുകളെ മാറ്റും. പിന്നെ നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ കഴിവതും നമ്മളല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുഖത്ത് നമ്മൾ ഒരിക്കലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കടൽമാവ് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെറുപയർ വാങ്ങിച്ച് പൊടിച്ച് നൈസായിട്ട് അരിച്ചെടുത്ത് വെക്കാം. മുഖത്ത് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ സ്കിൻ ഡള്ളായി പോകത്തേ ഉള്ളൂ കൂട്ടുകാരെ. അതുകൊണ്ട് സോപ്പ് ഉപയോഗിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം. റിസൾട്ട് ഒരാഴ്ച ഉപയോഗിച്ച് നോക്കിയിട്ട് കമൻറ്റ് ഇടുക കേട്ടോ. താങ്ക് യു. എല്ലാവരും വാച്ച് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ കൂട്ടുകാരെ.